കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എസ്. വിജയരാഘവൻ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നേതാക്കൾ തമ്മിൽ നേരത്തെ ധാരണ വേണമായിരുന്നു. വി.ഡിയും കെ.സിയും ആർ.സിയും മോശക്കാരല്ല. കെ.സിക്ക് പിന്തുണ ലഭിക്കുന്നതിന് കാരണമുണ്ടാകുമെന്നും വി.എസ്. വിജയരാഘവൻ പറഞ്ഞു. അതിന് നേരത്തെ തന്നെ പലവരും ആയിട്ടൊന്ന് സംസാരിച്ചൊന്ന് ലൈനാക്കേണ്ടിയിരുന്നു. അതാക്കിയിട്ടില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്. ഇതിനേക്കാളും കൂടുതൽ തർക്കവും വഴക്കൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അത് ഒറ്റക്കെട്ടായി നിന്ന് ആ പാർട്ടി ശക്തിപ്പെടും. ഇതുകൊണ്ട് പാർട്ടിക്കൊരു പോറലുകൾക്കാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പി.കെ. ശശിയെ മത്സരിപ്പിക്കരുതെന്ന് കെ.സി. വേണുഗോപാലിനോട് പറഞ്ഞിരുന്നെന്നും വി.എസ്. വിജയരാഘവൻ പറഞ്ഞു. ശശിയെ നിർത്തിയാൽ തിരിച്ചടിയാകുമെന്ന് അറിയിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ UDF തരംഗം ഉണ്ടാകാത്തതിന് കാരണമുണ്ട് എന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് മുമ്പ് തന്നെ വേണുഗോപാലൻ വന്നപ്പോൾ പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യാൻ സംശയമാണെന്ന്. അതവർ നോക്കിയില്ല. ചിലവരെ നിങ്ങൾ മാറ്റി ആ ഇതുപടി ഉണ്ടാകുന്ന അവരെ എന്തുകൊണ്ട് നിങ്ങൾ ഉൾക്കൊണ്ടുവന്നു എന്നുള്ളൊരു ചോദ്യം. ആ ഡിഫക്റ്റുള്ള ആളുടെ പിന്നെയും നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന് ചോദിച്ചു. സച്ചിൻ വള്ളിക്കാട്ട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, പാലക്കാട് ജില്ലയിൽ മറ്റ് ജില്ലകൾക്ക് സമാനമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാത്തതിന് ചില കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ശശിയെ മത്സരിപ്പിച്ചതിനെതിരെയുള്ള നിലപാടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് മുതിർന്ന നേതാവ് വിജയരാഘവൻ ഈ വിഷയത്തിലൊക്കെ പറഞ്ഞത്? ഹർഷൻ, മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവും അതേപോലെ തന്നെ മുൻ MPയുമായിട്ടുള്ള വി.എസ്. വിജയരാഘവനാണ് മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്നുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിൽ വലിയ രീതിയിൽ അലയൊളി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു തർക്കം ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത് എന്ന കാര്യമാണ് വി.എസ്. വിജയരാഘവൻ വ്യക്തമാക്കുന്നത്. ഈ തർക്കം ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രധാനമായും നേതാക്കൾ തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാകണമായിരുന്നു എന്നാണ് വി.എസ്. വിജയരാഘവൻ പറയുന്നത്. കൂടാതെ തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള UDF തരംഗം ഉണ്ടായപ്പോൾ പോലും പാലക്കാട് UDFന് അത്തരത്തിലൊരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് പ്രധാനമായും ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന കാര്യവും വി.എസ്. വിജയരാഘവൻ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ 2 മണ്ഡലങ്ങൾ, അതായത് മലമ്പുഴയിലും അതേപോലെ തന്നെ ഒറ്റപ്പാലത്തും സ്വതന്ത്രരെയാണ് UDF നിർത്തിയിരുന്നത്. അതിനാൽ തന്നെ UDFിലേക്ക് വന്ന, അതായത് A. സുരേഷ് പിന്നീട് കൈപ്പത്തി ചിഹ്നത്തിൽ മലമ്പുഴയിൽ മത്സരിക്കുന്നു. അത് വലിയ രീതിയിൽ, അതായത് കോൺഗ്രസിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മലമ്പുഴയിൽ ഉണ്ടായതിനെ തുടർന്നാണ് കൈപ്പത്തി സ്വീകരിക്കാൻ വേണ്ടി A. സുരേഷ് തയ്യാറായത്. എന്നാൽ ഒറ്റപ്പാലത്ത് അത്തരത്തിലുള്ള ഒരു ചിഹ്നം സ്വീകരിക്കാൻ വേണ്ടി മുൻ CPMൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള P.K. ശശി തയ്യാറായില്ല. അതിനാൽ തന്നെ P.K. ശശിക്ക് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഒറ്റപ്പാലത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ P.K. ശശിയെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും വി.എസ്. വിജയരാഘവൻ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം മുൻപ് തന്നെ P.K. ശശിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വി.എസ്. വിജയരാഘവൻ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലുമായിട്ടാണ് ഇത്തരത്തിലൊരു ആശയവിനിമയം നടത്തിയത്. അതായത് പാലക്കാട് ജില്ലയിലെ സ്ത്രീപീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതേ ആരോപണ വിധേയനായ P.K. ശശിയെ ഒറ്റപ്പാലത്ത് UDFിൻ്റെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്ന കാര്യമാണ് കെ.സി. വേണുഗോപാലിനെ മുതിർന്ന നേതാവായിട്ടുള്ള വി.എസ്. വിജയരാഘവൻ അറിയിച്ചിരുന്നത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കെ.സി. വേണുഗോപാൽ നടത്തിയില്ല എന്ന് തന്നെയാണ് വി.എസ്. വിജയരാഘവൻ വ്യക്തമാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കാൻ MLA മാർ പിന്തുണക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിപ്പോൾ പറയുന്നില്ല എന്ന കാര്യവും വി.എസ്. വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്.